ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 24th ആയിരുന്നു. അപ്പോൾ ഞാനും വൈഫും കുട്ടിയും കൂടി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനന്ന് ലീവ് എടുത്തു. എനിക്ക് ബർത്ത്ഡേ ലീവ് ഉള്ളതാണ് മന്ത്ലി. ഒരു ഇയർലി എനിക്ക് ബർത്ത്ഡേ ലീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ലീവൊക്കെ എടുത്ത സ്ഥിതിക്ക് എന്തായാലും വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരും വൈഫൊക്കെ ആയിട്ടൊന്ന് ചില്ല് ചെയ്യാന്നുള്ള രീതിയിലൊന്ന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ കുഞ്ഞിക്ക് അത്രയും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ അധികം ട്രാവൽ ചെയ്യിപ്പിച്ചില്ല. മാക്സിമം അവനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കറക്കി നേരെ വൈഫ് ഹൗസിൽ കൊണ്ടുവന്ന് ആക്കി. കാരണം അവനത്രയും വയ്യ. ചെറിയൊരു കോൾഡും കഫൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം അവനെ ട്രാവൽ ചെയ്യിപ്പിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അവനെ നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൈഡൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അവനെ നേരെ നമ്മുടെ വൈഫ് ഹൗസിൽ കൊണ്ടാക്കിയിട്ടാണ് ബാക്കി അവളുടെ വീട്ടിലാക്കിയിട്ട് പോകാന്നുള്ള പ്ലാനാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കൊച്ചിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളപ്പോൾ നമ്മുടെ വല്ലാർപാടത്തോട്ടാണ് ഫസ്റ്റത്തുള്ളൊരു പോക്കെന്നുള്ളത്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ. ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് പോയി വല്ലാർപാടത്ത് പോയി മാതാവിനെയൊക്കെ ഒന്ന് കണ്ട് നേർച്ചയൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വല്ലാർപാടം എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ദഹിക്കണം, ഇതാണ് എൻ്റെ വൈഫ്, അവളുടെ പേര് സിനാര. ഞങ്ങളപ്പോൾ ഒന്ന് പള്ളിയൊക്കെ ഒന്ന് മൊത്തത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമാണ്, സെപ്റ്റംബർ 24th എന്ന്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഡേ ആണ്. പക്ഷെ എന്നാലും ഉച്ചയ്ക്ക് ഒരു മണി 2 മണി ടൈമിൽ പോയതുകൊണ്ടാണ് തോന്നുന്നത് അധികം തിരക്കൊന്നും അനുഭവിച്ചില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരും ഉണ്ട് താനും. ഇതൊക്കെ അവിടുത്തെ ചരിത്രങ്ങളാണ്. പണ്ട് കാലം മുതലേ കേട്ട് വളർന്നൊരു പള്ളിയും അതിൻ്റെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതാണ് ഈ വല്ലാർപാടത്തോ മാതാവിനോടുള്ള ഒരു വിശ്വാസമൊക്കെ. പിന്നെ എൻ്റെ സെപ്റ്റംബർ 24th എൻ്റെ ബർത്ത്ഡേയും അവിടുത്തെ ഒരു പെരുന്നാൾ ദിവസം സെയിം ആയതുകൊണ്ട് ഞാൻ എല്ലാ പെരുന്നാളിനും മിക്കപ്പോഴും ഇവിടെ വന്ന് നേർച്ചയൊക്കെ ഇടാറുള്ളതാണ്. പിന്നെ അതൊക്കെ അവിടുത്തെ ഒരു എന്താണ് പറയുക, ഒരു ബെഡ് ലൈഫ് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, വെറൈറ്റി കിളീസ്, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഞങ്ങളൊന്ന് നേർച്ചയിടാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വൈഫ് നേരെ അവളുടെ കണ്ണൊക്കെ പോയത് നമ്മുടെ മറ്റേ കടകളിലോട്ടാണ്. പിന്നെ നേരെ ഒന്ന് കടയിലൊക്കെ ഒന്ന് കയറി എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമെന്നൊക്കെ വെച്ചു. പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം മറന്നു, ആളുടെ കാര്യത്തിലോട്ടാണ് പോയത്. മെയിനായിട്ട് പുള്ളിക്കാരത്തി കമ്മല് സാധനങ്ങളൊക്കെ ആയിട്ട് നോക്കി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വറവ് സാധനങ്ങൾ എന്തെങ്കിലും വീട്ടിലോട്ടൊക്കെ വാങ്ങിക്കാന്നുള്ള രീതിയിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾ കൂടുതലും ഈ കമ്മല്, ക്ലിപ്പ് സാധനങ്ങളൊക്കെയാണ് നോക്കിയത്. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇവിടുത്തെ ആചാരമാണ്, ഈ മുട്ടടിക്കുക എന്നുള്ളത്. ഇത് ഇവിടുത്തെ ഒരു നേർച്ചയാണ്. ഇവിടെ വരുന്നവരെല്ലാവരും നേർച്ചയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ രൂപം മുത്താൻ വേണ്ടി വന്ന് ആസ് യൂഷ്വൽ നമ്മൾ പരിപാടിയൊക്കെ ചെയ്ത് രൂപം മുത്തി ഒന്ന് ജസ്റ്റ് പള്ളിയിലൊക്കെ ഒന്ന് കയറി. പള്ളി കയറണല്ലോ, അത് മാൻഡറ്ററി പർപ്പസ് ആണല്ലോ. പള്ളിയിൽ കയറി പള്ളിയിലപ്പോൾ അത്യാവശ്യം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റ് അല്ലല്ലോ, ഉച്ചയൊക്കെ വന്നുകൊണ്ട് അധികം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അന്ന് പള്ളിയൊക്കെ ഒന്ന് കണ്ട് നേർച്ചയൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അതിനിപ്പോൾ വൈഫ് പിന്നെ ഒന്ന് നേർച്ചയിടാൻ വേണ്ടി ഒന്ന് രൂപം മുത്താനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ഞാൻ രൂപം മുത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു, അവൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് അവൾ പോയി വന്ന ഒരു ക്ലിപ്പാണ് ഇപ്പോൾ എടുത്തത്. അത് കഴിഞ്ഞ് ഇത് സെയിം പർപ്പസാണ്, ഞാൻ നിങ്ങളൊന്നുകൂടി കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. ഇത് ഇവിടുത്തെ മെയിൻ ആചാരമാണ്, അടിച്ചു വാരി ക്ലീനാക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിസ്ട്രിക്ട് 7 എന്ന് പറഞ്ഞൊരു കഫേയിലോട്ടാണ് പോയത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്ലാസ് ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോ കഫേ ആണത്. നല്ല ഒരു രസമുണ്ട്, കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസിലുള്ളൊരു വൈബ് കിട്ടുന്നുണ്ട്. ഒരു ക്ലാസ് ഫീലാണ് നമുക്ക് ഇതിനകത്തൊക്കെ കയറി ഫുഡൊക്കെ കഴിക്കാൻ നേരത്തൊക്കെ തോന്നുന്നത്. ഡിസ്ട്രിക്ട് 7 ആണ്, കടവന്തറിലാണ്. ബ്രിസ്ക്കറ്റ്, ബീഫ് ആൻഡ് പിന്നെന്താ പറയുക, ഒരു സ്പെഗറ്റിയാണ് ഓർഡർ ചെയ്തത്. അത് വാങ്ങിച്ചു, അത് ഓർഡർ ചെയ്ത്. അപ്പോൾ കുറച്ച് വരാൻ ലേറ്റായ ടൈമിൽ നമ്മൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു, ആളെ കൊണ്ട് കുറച്ച് ഏത് ആക്ടിങ് ഒക്കെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞതേ നമ്മൾ ഓർഡർ കൊടുത്ത ഒരു മെനു ആണത്. പിന്നെയും ബോറടിച്ച് നമ്മൾ കുറച്ച് മൊബൈലൊക്കെ നോക്കിയിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ബാക്കിലൊക്കെ ഔട്ട്ഡോറൊക്കെ ഉള്ളത്, അത് ഈവനിങ് ആണ് തുറന്നു കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ഉച്ച ടൈം ആയതുകൊണ്ട് അധികം നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അകത്ത് തന്നെ എ സിക്കകത്തിരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തു. നല്ല ചൂടാണല്ലോ, പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം പുറത്തോട്ടിറങ്ങില്ല. പിന്നെ ഫുഡ് വന്നു, നമ്മുടെ ഐറ്റംസൊക്കെ എത്തി. അത്യാവശ്യം നല്ല ടേസ്റ്റിയും നല്ല ക്വാണ്ടിറ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അതൊരു ഫസ്റ്റ് ടൈമാണ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബ്രിസ്ക്കറ്റ് ബീഫും പിന്നെ ഈ സ്പെഗറ്റി, ഇതാണ് സ്പെഗറ്റി, മറ്റേത് ബ്രിസ്ക്കറ്റ് ബീഫാണ്. നല്ല രസമുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 2 പേർക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ മാത്രമുള്ളൊരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന്.
ഒരു 2 പൈനാപ്പിൾ ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് അവൾക്ക് സ്നേഹപൂർവ്വം ബീഫിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തു. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ്. നമുക്ക് ഒരു വെറൈറ്റി ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇത് കഴിച്ച് നോക്കാം. പിന്നെ അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. അറിയാലോ, ഏത് ഫുഡ് കിട്ടിയാലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ മാന്യമായിട്ട് കഴിച്ച് ക്ലീൻ ആക്കിയിട്ടേ പോരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്ത് ആംബിയൻസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് അവൾക്കൊരു പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബർത്ത്ഡേക്കല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഭർത്താവായി പോയില്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ H&M കയറി. 2-3 ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണമെന്നുള്ള പ്ലാനിലാണ് കയറിയത്. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൾക്ക് പറ്റുന്ന ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാനും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ H&M കയറി. പിന്നെ ഓരോരോ സെക്ഷൻസിലോട്ട് ഇങ്ങനെ മാറി മാറി നോക്കി. അവളങ്ങനെ ഓരോ ഡ്രസ്സ് നോക്കുന്ന ടൈമിൽ ഞാനും എൻ്റേതായ രീതിയിൽ കുറച്ച് ഇത് ഞാൻ നേരത്തെ എടുത്ത ഡ്രസ്സാണ്, ചുമ്മാ ഒന്ന് കാണിച്ചെന്നുള്ളൂ. അവളങ്ങനെ ഒരു ബാഗി ടൈപ്പ് ലൂസ് ജീൻസൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തപ്പി തപ്പി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഓഫറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നൈസായിട്ട് കയറി ഇറങ്ങി. അങ്ങനെ നമ്മൾ ട്രയലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ. അങ്ങനെ നമ്മൾ ട്രയലിങ് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ബൈ ബൈ.